ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ടെന്നിസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. ടെന്നിസ് എൽബോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈയിനെ നിവർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് അത് ചെന്ന് ഒട്ടുന്ന സ്ഥലം, ഈ എൽബോയിൻ്റെ പുറത്തെ ഭാഗം. അപ്പോൾ അവിടെയാണ് ചെന്ന് ഈ കൈയിനെ നിവർത്തുന്ന മസിൽസ് ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ആ പോയിന്റിൽ വരുന്ന ഇൻഫ്ലമേഷൻ, നിരന്തരമായി കൈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത് വരാറുണ്ട്. ടൂൾസ് ഒരുപാട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ക്രൂയിങ് മൂവ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ. നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഇപ്പം ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിക്കുക, ഡോറിൻ്റെ ലോക്ക് തുറന്ന് ചെയ്യുക, സ്ക്രൂ തിരിക്കുക, അതുപോലത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര പെയിൻഫുള്ളായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് മരുന്ന് കഴിക്കാം. ടെന്നിസ് എൽബോ ബ്രേസ് ലഭിക്കും. ആ ടെന്നിസ് എൽബോ ബ്രേസ് ഇടാം, പ്രത്യേകിച്ച് രാത്രി ഇടണം. പിന്നെ ഇതിൽ കുറയുന്നില്ലെങ്കിൽ നമുക്ക് ലോക്കൽ ഇഞ്ചക്ഷൻ കൊടുക്കാം. അതിലും റിലീഫ് ചെയ്യുന്നില്ല. അവസാനത്തെ അറ്റത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് ചിലപ്പോൾ ടെന്നിസ് എൽബോ റിലീസ് തന്നെ ചെയ്യാറുണ്ട്. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന് പോലും ടെന്നിസ് എൽബോ വന്ന് അദ്ദേഹത്തിന് അവസാനം കളിയിൽ ഒരു ഹോൾട്ട് വന്ന് അവസാനം ചെന്ന് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണ ഹൈ ഡിമാൻഡിങ് ആൾക്കാർക്കാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരിക. ഹോം കീപ്പേഴ്സിനും സാധാരണ ഹൗസ് മെയ്ഡ് ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. മരുന്നുകളും ഫിസിയോതെറാപ്പിയും കൊണ്ട് ഇത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തുവാൻ സാധിക്കും.